നമ്മുടെ ഒരു പുതിയ വാഹനമാണെങ്കിൽ ഷോറൂമത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി നടക്കുകയല്ലാണ്ട് നമ്മളത് ചെയ്യില്ല. അത് പിന്നേക്ക് മാറ്റി വെച്ച് ഒഴിവാക്കി പോകാനല്ലാണ്ട് നമുക്കത് സാധ്യമല്ല. രാവിലെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കണം. സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തണം. അതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കുന്നത് ബാറ്ററിയുടെ കാര്യം മാത്രം ഉദ്ദേശിച്ചാണ്. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വണ്ടി നിർത്തുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല വണ്ടി രാവിലെ എടുക്കുമ്പോൾ വണ്ടിയുടെ ഓയിലെല്ലാം അടിയിലാവും കിടക്കുക. അതൊക്കെ എൻജിൻ്റെ കറങ്ങുന്ന ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നത്. അതിന് ശേഷം മാത്രമേ നമ്മൾ കൂടുതൽ RPM കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ചെയിൻ സ്പോക്കറ്റ് നമ്മൾ എവിടെ പോകുന്നതിന് മുൻപ് പോയി വന്നതിന് ശേഷം ചെയിൻ ലൂബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്ര ദിവസമാണോ നമുക്ക് കിട്ടാനുള്ളത് അത്രയും നമുക്ക് ഓടി തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയിൻ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം കിലോമീറ്റർ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് പെട്ടെന്ന് മാറ്റേണ്ടി വരും. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ടയറിൻ്റെ കാര്യമാണ്. ട്യൂബ് ആയാലും ട്യൂബ്ലെസ് ആയാലും എയർ കുറയാണ്ട് നോക്കുക. വണ്ടിക്ക് ഓരോ ടയറിനും ഫ്രണ്ടിലായാലും ബാക്കിലായാലും അതിൻ്റെ കണക്കിൽ എയർ അടിച്ച് വെക്കുക. എയർ കുറഞ്ഞാൽ ട്യൂബുള്ള ടയറിലാണെങ്കിൽ അതിൻ്റെ ട്യൂബ് കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചർ കിട്ടും. അതിനെ തരണം ചെയ്യാനായിട്ട് എയർ അതിൻ്റെ കണക്കിൽ അടിച്ചു വെക്കുക. ട്യൂബ്ലെസ് ആണെങ്കിൽ വണ്ടി വെട്ടിലൊക്കെ ചാടുമ്പോൾ എയർ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ചും ഗിയറും. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. പലരുടെയും ഗിയർ ഷിഫ്റ്റിങ് നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലച്ച് പിടിക്കാണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മുഴുവനായിട്ട് ക്ലച്ച് പിടിച്ചതിന് ശേഷം മാത്രമേ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വണ്ടി നിശ്ചിത RPMൽ എത്തിയതിന് ശേഷമേ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വണ്ടി നിശ്ചിത RPMൽ കയറിയതിന് ശേഷം മാത്രം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ടാങ്ക്. അത്യാവശ്യം ഫ്യൂവൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അവിടെ തുരുമ്പ് പിടിക്കും. കാർബേറ്റർ ആണെന്ന് വെച്ചാൽ ഈ തുരുമ്പ് കാർബേറ്ററിൽ ഇറങ്ങി ചെന്ന് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരുപാട് കംപ്ലൈൻറ്റുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.